നമുക്ക് തുടങ്ങാം എന്തായാലും. സമയമായി. ഇന്നത്തെ ഇൻഡോ ചൈനീസ് അല്ലേ? ചൈനീസും ഉണ്ട്, ഇൻഡോ ചൈനീസും. ഓക്കെ, അപ്പൊ നമുക്കിന്ന് നോക്കാം എന്തെല്ലാം വെറൈറ്റി ആണ് ശാന്ത ആന്റി നമുക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആന്റി ഇത് ഒരുപാടുണ്ടല്ലോ, ഒരു ഒരുപാടുണ്ടല്ലേ? ഒന്നൊന്നല്ല. ആന്റി ഇപ്പൊ ഒന്ന് ഇൻവൈറ്റ് ചെയ്താ ഞാനിപ്പോ പറന്നവിടെ. പിന്നെ എന്റെ ഗ്രാൻഡ് സണ്ണിന്റെ ബർത്ത്ഡേ, പക്ഷെ അവൻ ബാംഗ്ലൂരാണ്, ഞാൻ ഇവിടെ ഇരുന്ന് സെലിബ്രേറ്റ് ചെയ്യാം. ഞങ്ങളൊക്കെ അയച്ചു കൊടുത്തു. എന്നിട്ട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആദ്യം ഞാൻ മേഡ് ചിക്കൻ മാൻചൗ സൂപ്പ് വിത്ത് ഫ്രൈഡ് നൂഡിൽസ്. മാൻചൗ സൂപ്പ്, ചിക്കൻ മാൻചൗ സൂപ്പാണിത്. ഇതിന്റെ മുകളിൽ ഈ ഫ്രൈഡ് നൂഡിൽസ് ഇട്ടിട്ടാണ് സെർവ് ചെയ്യുക. കപ്പിലേക്ക് എടുത്തിട്ട് സെർവ് ചെയ്യുമ്പോൾ ഈ ഫ്രൈഡ് നൂഡിൽസ് ഇട്ടിട്ടാണ് സെർവ് ചെയ്യുക. ഇതിനെ ഒരു 1 pot മീൽ എന്ന് പറയാം. എന്താ വെച്ചാൽ എല്ലാ വെജിറ്റബിൾസ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, കോൺഫ്ലവർ ഉണ്ട്, നൂഡിൽസ് ഉണ്ട്. അപ്പൊ അതൊരു പോട്ട് കഴിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് മീൽ വിത്ത് ഹൈ ന്യൂട്രീഷ്യസ് വാല്യൂ ഒക്കെ ആയിട്ട്. കുറച്ച് നല്ലോണം സ്പൈസി ആണ്. അപ്പൊ യങ്സ്റ്റേഴ്സ് ഒക്കെ പ്രിഫർ ചെയ്യും നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മീൽ. ഷെഡഡ് ചിക്കൻ ആൻഡ് ഓൾ വെജിറ്റബിൾസ് ആണ് ഈ സൂപ്പിൽ. ഇതിന്റെ റെസിപ്പി പറയാം അല്ലെ? ആദ്യം പറഞ്ഞോളൂ. ഓക്കെ. ഫ്രൈഡ് നൂഡിൽസിന് വെറുതെ കുറച്ച് വിനീഗറും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ച് സ്ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് ഡീപ് ഫ്രൈ ചെയ്യാം. അതാണ് ഈ ഫ്രൈഡ് നൂഡിൽസ്. ക്രിസ്പി ഫ്രൈഡ് നൂഡിൽസ് ആണ് ഇതിന്റെ കൂടെ സെർവ് ചെയ്യാനുള്ളത്. പിന്നെ സൂപ്പിന് എന്താ വെച്ചെങ്കില് ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, അണിയൻ ഷൂട്ട്സ്, ജിഞ്ചർ ഗാർലിക് എല്ലാം കൂടി കുറച്ച് ബട്ടർ ഇട്ടിട്ട് അതിൽ സോട്ട് ചെയ്യാം. അത് സോട്ട് ചെയ്തിട്ട് അതിൽ സോയാ സോസ്, ചില്ലി സോസ്, വിനീഗർ ഒക്കെ ഒഴിച്ചിട്ട് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിൽ ചിക്കൻ ബോയിൽ ചെയ്ത ബ്രോത്ത് ഒഴിച്ചിട്ട് തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ കുറച്ച് ഷെഡഡ് ചിക്കൻ ഇടുക. ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഷെഡഡ് ചിക്കൻ ഇടുക. പിന്നെ കുറച്ച് കോൺഫ്ലോർ കലക്കി ഒഴിച്ചിട്ട് അതിനെ തിക്കൻ ചെയ്യാം. അതാണ്. അതിൽ എരിവിന് ചില്ലീസ് ഉണ്ട്, ഗ്രീൻ ചില്ലീസ് ഉണ്ട്, ഗ്രീൻ ചില്ലി സോസ് ഉണ്ട്, പെപ്പർ ഉണ്ട്, എല്ലാം ഓൾ വെജിറ്റബിൾസും ഉണ്ട് ഇതില്. അപ്പൊ ഇതൊക്കെ കൂടി ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹോട്ടായിട്ട് സെർവ് ചെയ്യണം വിത്ത് ഫ്രൈഡ് നൂഡിൽസ്. ദിസ് ഇസ് ചിക്കൻ മാൻചൗ സൂപ്പ് വിത്ത് ഫ്രൈഡ് നൂഡിൽസ്. അപ്പൊ ഇത് കഴിഞ്ഞു. ഞാൻ റെസിപ്പി അയക്കുന്നുണ്ട്. അത് കാരണം ഇത് റഫായിട്ട് പറഞ്ഞിട്ടേ ഉള്ളൂ. എത്രയാന്ന് പറയണോ? ക്വാണ്ടിറ്റി ഒക്കെ ക്വാണ്ടിറ്റിയും ഒന്ന് പറഞ്ഞോളൂ ആന്റി. അതെയോ? ഓക്കെ. ഒരു 200 grams നൂഡിൽസ് ബോയിൽ ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് ഡീപ് ഫ്രൈ ചെയ്ത് വെക്കാം. പിന്നെ ഒരു 200 grams ചിക്കൻ, അതും ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെക്കാം. പിന്നെ ക്യാരറ്റ്സ് 2 എണ്ണം, ബീൻസ് ഒരു 4 എണ്ണം, ക്യാപ്സിക്കം 1 എണ്ണം, അണിയൻ ഷൂട്ട്സ്, പിന്നെ ചില്ലി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പൊടിയായിട്ട് കട്ട് ചെയ്തത്. പിന്നെ സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, ചില്ലി സോസ് 2 സ്പൂൺ, വിനീഗർ 1 സ്പൂൺ, അത്രേ. പിന്നെ കോൺഫ്ലോർ 2 സ്പൂൺ. അത്രേ ഉള്ളൂ ഇതുകൾ. അപ്പൊ മെത്തേഡ് ഞാൻ പറഞ്ഞു. ആദ്യം എല്ലാ വെജിറ്റബിൾസും ബട്ടറിലിട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്യുക. ഗാർലിക്, ജിഞ്ചർ, ഓൾ വെജിറ്റബിൾസ് കട്ട് ഇൻ ടു സ്മോൾ പീസസ് എല്ലാം ഇതിലിട്ട് സോർട്ട് ചെയ്യുക. ഷ്രെഡഡ് ചിക്കനും അതിലേക്ക് ഇടുക, ഒന്ന് സോർട്ട് ചെയ്യുക. എന്നിട്ട് ചിക്കൻ വേവിച്ച വെള്ളം അതിലേക്ക്, ബ്രോത്ത് എന്നാ പറയുന്നത്, അത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ബോയിൽ ചെയ്യുമ്പോൾ ചിക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ ഒഴിക്കുക. അതിന് മുമ്പ് സോയാ സോസ്, ചില്ലി സോസ്, വിനീഗർ അതൊക്കെ ആഡ് ചെയ്യും. ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ ഓണിയൻ ഷൂട്ട്സും കൊറിയാൻഡർ ലീവ്സും നല്ലോണം ഇടുക. എന്നിട്ട് ഹോട്ടായിട്ട് ഇരിക്കുന്ന സമയത്ത്
അത് കപ്പിലേക്ക് എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്രൈഡ് നൂഡിൽസും ഇട്ടിട്ട് കഴിക്കാം. ദിസ് ഈസ് 1 pot meal. ഇനി അടുത്ത ഡിഷ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആൻഡ് സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ. ചിക്കൻ ഫ്രൈഡ് റൈസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. ജീരകശാല അരി ഒരു 200 grams തിളപ്പിച്ച് ഊറ്റി കുറച്ച് ഉപ്പും വിനീഗറും മാത്രം ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് ഹാഫ് കുക്ക്ഡ് ആവുമ്പോൾ ഊറ്റിയിട്ട് തണുക്കാൻ വെക്കുക. എന്നിട്ട് പിന്നെ അതില് ഓൾ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, അനിയൻ ഷൂട്ട്സ്, ക്യാബേജ് എല്ലാം സോർട്ട് ചെയ്തിട്ട് കുറച്ച് ചില്ലി സോസും സോയാ സോസും ഒഴിച്ച് അതിലേക്ക് ഷെഡഡ് ചിക്കനും ഇട്ടിട്ട് അത് റൈസിൽ മിക്സ് ചെയ്യുക. മുകളിൽ സ്ക്രാമ്പിൾഡ് എഗ്സും ഇടുക. അത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസിന്. എന്നിട്ട് അതിൽ ആ കുക്ക് ചെയ്ത് വെച്ച റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അതാണ് ഫ്രൈഡ് റൈസ്. ഒരു ഇതിലേക്ക് 200 grams ചിക്കനിലേക്ക് 1/4 കിലോ അരി വേവിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വെക്കുക. വല്ലാണ്ട് സോഫ്റ്റ് കുക്ക്ഡ് ആവരുത്, ഒരു 3/4 കുക്കിംഗ് ആവാൻ പാടുള്ളൂ. വേവിച്ച് വെച്ച് വെറും ഉപ്പും കുറച്ച് വിനീഗറും ഇട്ട് വേവിച്ചിട്ട് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ട് ഈ വെജിറ്റബിൾസ്, ഒരു ക്യാരറ്റ്, ഒരു 4 ബീൻസ്, ഒരു ക്യാപ്സിക്കം, കുറച്ച് അണിയൻ ഷൂട്ട്സ്, പിന്നെന്താ ക്യാബേജ്, ഗാർലിക് ജിഞ്ചർ എല്ലാം എണ്ണയിൽ വതുക്കിയിട്ട് ചിക്കൻ, ഷെഡഡ് ചിക്കൻ അതും എണ്ണയിലേക്ക് വതുക്കിയിട്ട് സോയാ സോസ്, ചില്ലി സോസ്, വിനീഗർ അതെല്ലാം ഒഴിച്ചിട്ട് അതിലേക്ക് റൈസ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. അതിന്റെ മുകളിൽ സ്ക്രാമ്പിൾഡ് എഗ്സ് ഇടുക. അത്രയേ ഉള്ളൂ ചിക്കൻ ഫ്രൈഡ് റൈസ്. അതിന്റെ കൂടെ പോവാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ആണ്. വെരി ഈസിയാണ്. ബോൺലെസ് ചിക്കൻ വാങ്ങിയിട്ട് അതും ഒരു 200 grams എടുത്തിട്ടുള്ളൂ. ഞാനൊക്കെ ഒരു 4 പേർക്ക് കഴിക്കാനുള്ളതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. 200 grams ചിക്കൻ എടുത്തിട്ട് അതില് കോൺഫ്ലവറും കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റും കുറച്ച് 2 സ്പൂൺ മൈദ, 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് പെരട്ടിയിട്ട് ഒരു 1/2 hour വെക്കുക. അത് കഴിഞ്ഞിട്ട് അതിനെ ചിക്കനെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു കടായില് ഫ്ലാറ്റ് ആയിട്ട് കട്ട് ചെയ്ത ഇത് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ് ഒക്കെ ഇങ്ങനത്തെ ഫ്ലാറ്റ് പീസസ് കണ്ടോ? ക്യാരറ്റ് ഒക്കെ കണ്ടോ? ബട്ടറോ ഗീയോ അല്ലെങ്കിൽ ഓയിലോ കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതിലേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റും ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസും ഒക്കെ ഇട്ടിട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്ക്ഡ് ആവാൻ പാടുള്ളൂ, നല്ലോണം കുക്ക് ചെയ്യാൻ പാടില്ല. ചൈനീസ് ഫുഡിലൊക്കെ വെജിറ്റബിൾസ് ഹാഫ് കുക്ക്ഡ് ആവാൻ പാടുള്ളൂ, ക്രിസ്പി ആയിരിക്കണം കടിക്കുമ്പോൾ. ക്യാബേജും ക്യാപ്സിക്കവും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മുകളിൽ ഇടാനേ പാടുള്ളൂ. എല്ലാ ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഇനി ചൈനീസ് കുക്കിങ്ങിലൊക്കെ അണിയൻ ഷൂട്ട്സ് ഒക്കെ അവസാനം ഇടാൻ പാടും. ഇത് എല്ലാം കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് അതിൽ ടൊമാറ്റോ സോസ് നല്ലോണം ഒഴിക്കാം. രണ്ട് ടൊമാറ്റോ പേസ്റ്റ് ആക്കിയിട്ട് അതും ഒഴിക്കാം. ചില്ലി പൗഡറും ഇടാം. എന്നിട്ട് സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ആണ്. പുളിയുണ്ട്, ടൊമാറ്റോന്റെ പുളിയുണ്ട്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസിന്റെ സ്വീറ്റ്നെസ് ഉണ്ട്, ചില്ലി പൗഡർ ഉണ്ട്. അതെല്ലാം കൂടി ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആ ഫ്രൈഡ് ചിക്കൻ ഇടുക. അത്രയേ ഉള്ളൂ. ഇപ്പോൾ സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ഇസ് റെഡി. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നീ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ശാന്താന്റിയുടെ ഇന്നത്തെ വെറൈറ്റി ഡിഷസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ. നീ ഇതുണ്ട് ക്യാരറ്റ് ഖീർ. ഓക്കെ.
കണ്ടോ? ക്യാരറ്റ് കീർ കണ്ടോ? കാണാൻ ആന്റി ക്ലിയർ ആണ്, നല്ല ക്ലിയർ ആണ്. സ്നേഹയ്ക്ക് വായിൽ വെള്ളം വരുന്നുണ്ടോ? ഇത് വളരെ വളരെ എളുപ്പമാണ്. നമ്മൾ ഏകദേശം പായസം ഉണ്ടാക്കുന്ന മാതിരി. പായസത്തിന് നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ അവർ കീർ എന്നാണല്ലോ പറയാ. അപ്പൊ അതുകൊണ്ട് ഇത് ക്യാരറ്റ് കീർ എന്താണ്. ഒരു ക്യാരറ്റ്, 1-2 ക്യാരറ്റ് എടുത്തിട്ട് ഞാൻ 2 പാക്കറ്റ്സ് മിൽക്കിലേക്ക് 4 ക്യാരറ്റ്സ് ആണ് എടുത്തത്. ഓക്കെ, 2 പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ മിൽക്ക്. 4 ക്യാരറ്റ്സ് സ്ക്രേപ്പ് ചെയ്യുക, ക്ലീൻ ചെയ്തിട്ട് കഴുകിയിട്ട് സ്ക്രേപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് അതിൽ ഈ ക്യാരറ്റ് ഒന്ന് സോർട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് പാല് നല്ലോണം തിളയ്ക്കുമ്പോൾ ക്യാരറ്റ് വേവും. വെന്ത് കഴിയുമ്പോൾ അത് ക്യാരറ്റ് നമുക്ക് മിൽക്ക് തിക്കന് ചെയ്യാനുള്ളതൊന്നും അതിലില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറോ കലക്കി ഒഴിക്കുക. ഷുഗറും ഇടുക. എന്നിട്ട് ഈ ഇതിലേക്ക് എത്ര ഷുഗർ വേണം? ഒരു 8 ടേബിൾ സ്പൂൺ ഷുഗർ ഇടാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി ഒഴിക്കാം. എന്നിട്ട് അതില് കുറച്ച് ഫ്ലേവറിന് നമുക്ക് ഇഷ്ടമുള്ള മാതിരി കാഡമം അല്ലെങ്കിൽ വാനില എസെൻസ്, വാട്ടവർ എന്ത് ഫ്ലേവറാണ് നമുക്ക് ഇഷ്ടം വെച്ചെങ്കിൽ അത് ആഡ് ചെയ്യുക. കാഷ്നട്ട്, റേസിൻസ്, എന്തെങ്കിലും ബദാമോ എന്തൊക്കെ നട്ട്സ് ഉള്ള വെച്ചെങ്കിൽ അതൊക്കെ ഫ്രൈ ചെയ്തിട്ട് ടോപ്പിൽ ഇങ്ങനെ ഗാർണിഷ് ചെയ്യാം. അത്രേ ഉള്ളൂ. അതും കഴിഞ്ഞു. 3 ആയി. ഇവിടെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ട് ബേബി ആന്റി ഉണ്ടെന്ന്. ബേബി ആന്റിയെ വിളിക്കാം അല്ലെ? ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പൊ ആന്റി ഒറ്റയ്ക്കല്ല അല്ലേ? എപ്പോഴും വിഷമാണല്ലോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ കഴിക്കാനെന്നും പറഞ്ഞിട്ട്. അല്ല, ഇപ്പൊ എന്താ അറിയോ, എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ അനീത്ര അടുത്തേക്ക് വന്നിരിക്കുക. അപ്പൊ അതുകൊണ്ട് ബേബി ആന്റി. ഓക്കെ, അപ്പൊ നമുക്ക് ചോദിക്കാം ബേബി ആന്റിയുടെ അടുത്ത് ബേബി എങ്ങനെയുണ്ട്. ആന്റിയോട് ചോദിക്കാം. വരും. ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് പ്ലേറ്റ്. ആദ്യം സൂപ്പ് തരാം. സൂപ്പല്ല, ആദ്യം സൂപ്പല്ല, സോറിയ. ചിക്കൻ മാൻചോസ് എന്താ? മാൻചോ അല്ലേ? ചിക്കൻ മാൻചോ സൂപ്പ്. ബേബി ആന്റി അവിടെ നിന്ന് കുറച്ചൊഴിക്കൂട്ടോ എന്ന് പറയുന്നു. കണ്ടോ? ഓക്കെ, കഴിക്കും. എങ്ങനെയുണ്ട് ബേബി ആന്റി? നല്ല ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട് അല്ലേ? നന്നായിട്ട്. എങ്ങനെയാ അതിന്റെ ടേസ്റ്റ്? എങ്ങനെയാണ് പറഞ്ഞു തരാൻ പറ്റുമോ? എങ്ങനെ ടേസ്റ്റ് എന്ന് പറഞ്ഞുതരാൻ പറ്റും? എങ്ങനെയാണ് അതിന്റെ ഒരു ഫ്ലേവർ ഒക്കെ? നല്ല എരിവും ആ, എല്ലാ എരിവും പുളി ഒക്കെ ഉണ്ട്. എല്ലാം പാകത്തിനാണോ? എരിവും പുളി ഉപ്പും ഒക്കെ പാകത്തിനാ. ചിക്കനും എല്ലാതും ഉണ്ട്, ഒക്കെ ബേബി ആന്റി പാകത്തിനാ. പിന്നെയും പിന്നെയും കഴിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. കഴിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ആ, ഞാൻ പ്ലേറ്റ് എടുത്തു ബേബി. ആ പ്ലേറ്റ് അതിന് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അല്ലേ ശാന്ത ആന്റി? അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. കിട്ടി. അടുത്ത ഐറ്റം നോക്കി നോക്കാം. അടുത്തത് ഫ്രൈഡ് റൈസും ഓക്കെ. സ്വീറ്റ് ആൻഡ് സോർ ചിക്കനും. ഇതൊന്നും ഇങ്ങനെ പിടിക്കും ദേഹി കാണിച്ചിട്ട്. എരിവുണ്ടാവും. കണ്ടില്ലേ സെർവ് ചെയ്തത്? ഓ, കാണാം കാണാം, ക്ലിയർ ആണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. മധുരം എല്ലാതും ഉണ്ട്. എരിവുണ്ടോ? എരിവും മധുരം ഉപ്പും എല്ലാം പാകത്തിനാ. സോസിന്റെ ഒക്കെ മധുരം ഉണ്ടാവും അല്ലേ? ആ, ഒരു ദിവസം നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്റെ വീട്ടിലേക്ക് വരണം. ഓക്കെ ആന്റി, എല്ലാവരും കൂടെ വരാം. ആന്റിക്ക് പണിയാവോ ലാസ്റ്റ് എല്ലാവരും കൂടെ വന്നിട്ട്? ഇല്ല, പ്രീവിയസ് ഡേ പറഞ്ഞ ഞാൻ ബേബീനെയും കൊണ്ടുവരും. അപ്പൊ ബേബിയും ഞാനും കൂടി ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉണ്ടല്ലോ. ഈ ഡെസേർട്ട് കീർ
ഓക്കെ. അത് മധുരം പായസം കുടിക്കണ പോലെയുണ്ട്. അതെയോ? അത് ഇത്ര മധുരമുണ്ട്. സ്പൈസി ഫുഡൊക്കെ കഴിച്ചിട്ട് ഇത് കഴിക്കുമ്പോ ഒരു ആശ്വാസം ഉണ്ടാവും അല്ലേ? നന്നായിട്ടുണ്ട്. എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? ഏറ്റവും കൂടുതൽ മൂന്ന് ഇത് രണ്ടും ഏറ്റവും കൂടുതൽ രണ്ടും. പിന്നെ അത് നൂഡിൽസ് ഉപ്പ് കുഴപ്പമില്ല. ഫ്രൈഡ് റൈസ് ആണോ ഇഷ്ടമായത്? ഫ്രൈഡ് റൈസിന്റെ നന്നായി അത് നന്നായിട്ടുണ്ട്. ഏറ്റവും നല്ല കഥ. ഓഹോ. പിന്നെ ഒന്നിനൊന്നും മറ്റം പറഞ്ഞ പോലെ ഒക്കെ നല്ലത് തന്നെ. ഒന്നും മോശമില്ലെന്ന് പറയാൻ പറ്റില്ല. അത് നന്നായിട്ടുണ്ട്. ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ചെയ്യലാന്ന് തോന്നുന്നു. അഭിപ്രായം അല്ലേ? ബേബി റാങ്കിങ് ആണ്ടിക്ക് ഒക്കെ തന്നു. മുമ്പോട്ട് എന്നെ അറിയണതാണേ. അപ്പൊ ബേബി അതെ. ആണ്ടി ഇല്ല തെറ്റിയാലും ഒന്നും പറയില്ല എന്നെ പറ്റി. പക്ഷെ ബേബി ആന്റി കഴിക്കുമ്പോ നമുക്ക് മനസ്സിലാവും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാ കഴിക്കണേ ഓരോന്നും. ജസ്റ്റ് ഒരു ടേസ്റ്റ് എൻജോയ് ചെയ്യാൻ മാത്രല്ല. അതെ, അതെ. ബേബി ആണ്ടി ഓക്കെ. വളരെ സിൻസിയർ ആണ്. അത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ആ ഒരു ഒപ്പീനിയൻ പറയുമ്പോഴേ. ആ അതെ അതെ. നമുക്ക് ആ ക്യാരറ്റിന്റെ ഒക്കെ എന്തായാലും വീട്ടിലല്ലേ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയൊക്കെ നോക്കാവുന്ന തോന്നുന്നു. അധികം അത്രയും എനിക്കൊരു എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചൈനീസില് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡബയിലാക്കി ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും വരുന്നു എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് പെട്ടെന്ന് കട്ട് തന്നെ. ചെയ്യൽ മാത്രമേ ഉള്ളൂ പ്രശ്നം ചൈനീസ് ആ ഡിഷസിലൊക്കെ. യെസ് യെസ്. എനിക്ക് തോന്നുന്നു ഇതിൽ ആ കോൺഫ്ലവറും മാത്രമേ ചിലപ്പോ ചിലവരുടെ വീട്ടിൽ ഉണ്ടാവുള്ളൂ അല്ലേ? അതൊരു ഡബ്ബ നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കോൺഫ്ലവർ വാങ്ങി വാങ്ങി വെക്കണം. വെക്കും അല്ലേ? ബാക്കി അതിൽ പാലും ക്യാരറ്റും ഒക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനമാണല്ലോ. കുക്ക് ചെയ്യണം, ചൈനീസ് കുക്ക് ചെയ്യണം എന്ന് ആലോചിച്ചാൽ ചില്ലി സോസ്, സോയ സോസ്, വിനീഗർ, കോൺഫ്ലവർ ഒക്കെ വാങ്ങി വെക്കും. ആ അതെല്ലാത്തിലും ആഡ് ചെയ്യുമ്പോ അല്ലേ? ഓക്കെ. നമുക്കെന്നാ ആന്റിയുടെ ആർക്കൊക്കെയോ സംശയം? രാധിക ആന്റി ചോദിക്കാം അല്ലേ? ശാന്ത ആന്റി. ചോദിച്ചോളൂ. ഓക്കെ. രാധിക ആന്റി ചോദിച്ചോളൂ ഡൗട്ട്സ്. സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ അതിന്റെ ഒന്ന് റെസിപ്പി ഒന്ന് എനിക്ക്. സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ പറഞ്ഞു തരാലോ. ഒരു ഇതാണ് സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ. ചിക്കൻ ഒരു 200 grams അല്ലെങ്കിൽ 250 grams ചിക്കൻ എടുത്തിട്ട് ബോൺലെസ് ആക്കുക. ബോൺലെസ് ചിക്കൻ വാങ്ങുകയാണെങ്കിൽ ബോൺലെസ് ചിക്കൻ. അതിൽ 2 സ്പൂൺ മൈദയും 2 സ്പൂൺ കോൺഫ്ലവറും കുറച്ച് ഗാർലിക് ജിഞ്ചർ പേസ്റ്റും ഒന്ന് പെരട്ടി വെക്കുക. പെരട്ടിയിട്ട് ഒരു 1/2 hour വെച്ച് കഴിഞ്ഞിട്ട് അതിനെ ഡീപ് ഫ്രൈ ചെയ്ത് എടുത്തു വെക്കുക. പിന്നെ ഉള്ളതൊക്കെ വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ് ഉണ്ട്, ബീൻസ് ഉണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ക്യാബേജ് ഉണ്ട്. അതൊക്കെ ക്യാപ്സിക്കവും ക്യാബേജും വേഗം വേവണ സാധനമാണ്. ക്യാരറ്റും ബീൻസും ആണ് വേവാത്തത്, കുറച്ച് വേവാൻ വിഷമം. പക്ഷെ ചൈനീസിൽ ഒരിക്കലും അധികം വേവാൻ പാടില്ല വെജിറ്റബിൾസ്. അപ്പൊ ആദ്യം ബട്ടർ ചൂടാക്കി, ബട്ടറോ കുക്കിംഗ് ഓയിലോ വാട്ടർ എന്ത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതില് ഗാർലിക് ജിഞ്ചർ കട്ട് ചെയ്തത്, പിന്നെ ക്യാരറ്റ് ബീൻസ് ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം ഒരു 2 to 3 minutes. അത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മള് എന്താണ് പറയുക, വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് അതിൽ 2 ടൊമാറ്റോ അരച്ചിട്ട് ടൊമാറ്റോ പേസ്റ്റ് അതിലേക്ക് ഇടും. പിന്നെ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കുക. നമ്മൾ വെജിറ്റബിൾസ് ബോയിൽ ചെയ്യുമ്പോൾ മുളക് പൊടി, എരിവ് വേണമെങ്കിൽ മുളക് പൊടി ഇടാം. മുളക് പൊടി ഇട്ടാലാണ് നമുക്ക് നല്ല കാശ്മീരി റെഡ് ചില്ലീസ് ഇട്ട ഈ കളറ് കിട്ടും. മുളക് പൊടി ഇടാം. പിന്നെ ഗ്രീൻ ചില്ലീസ് വേണമെങ്കിൽ, നല്ലോണം എരിവ് വേണമെങ്കിൽ ഗ്രീൻ ചില്ലീസ് കട്ട് ചെയ്തിട്ടോ സ്ലൈസ് ചെയ്തിട്ടോ ഇടാം. എനിക്ക് ഗ്രീൻ ചില്ലീസ് കടിക്കാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് ഗ്രീൻ ചില്ലീസ് ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞ് അതിൽ വെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ 1 സ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കുക, അത് തിക്കാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് തിക്കായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ടൊമാറ്റോ സോസ് ഒഴിച്ചത് മധുരം ഉണ്ടോ നോക്കുക. മധുരം കുറവാണെങ്കിൽ യു ക്യാൻ ആഡ് 1 സ്പൂൺ ഓഫ് ഷുഗർ. സ്വതവേ ടൊമാറ്റോ സോസ് നല്ലോണം ഒഴിച്ചാൽ നല്ല മധുരം ഉണ്ടാവും. ചിലർക്ക് മധുരം നല്ലോണം വേണം എന്നുള്ളവരുണ്ടാവും, ചിലർക്ക് അധികം മധുരം വേണ്ട എന്നുള്ളവരുണ്ടാവും. അതിനനുസരിച്ച് നമുക്ക് 1 സ്പൂൺ പഞ്ചസാര വേണ്ടാന്ന് വെക്കുക ചെയ്യാം. ടൊമാറ്റോ സോസ് മാത്രം ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് ഒരു 2 to 3 minutes ബോയിൽ ചെയ്യുക. അപ്പൊ ആ ചിക്കൻ്റെ ഉള്ളിലേക്ക്
ഈ മസാലയൊക്കെ പിടിക്കും ചെയ്യും. ചിക്കന്റെ മുകളിലൊക്കെ നമ്മുടെ ഈ റെഡ് മസാല അതിന്റെ മുകളിൽ ഭംഗി ഉണ്ടാവും കാണാൻ. അത്രേ ഉള്ളൂ. സ്വീറ്റ് ആൻഡ് സോർ ചിക്കൻ ഇസ് റെഡി. മറ്റേ സോയ ഒന്നും ചേർക്കില്ല അല്ലെ? സോയ സോസ് ഇതൊന്നും ഈ ചെറും ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ. വിനീഗർ ഉണ്ട്, വിനീഗറും ടൊമാറ്റോ സോസ്. ശരി ചേച്ചി. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇനി ആർക്കാണ് ഡൗട്ട്സ് ഉള്ളത്? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണ് തോന്നുന്നു ആന്റി. കുറെ പേര് കുറെ കഴിഞ്ഞായിരിക്കും ജോയിൻ ചെയ്തേച്ച് അല്ലേ? ഇതിന്റെ റെസിപ്പി എന്തായാലും നമ്മള് യൂട്യൂബിലോ എവിടെയെങ്കിലും ഒക്കെ ഇടും. നമ്മുടെ ആപ്പ് എവിടെയെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരിക്കും. ഇതേവരെ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ 5 or 6 ക്ലാസ് ആയിപ്പോ. കുക്കിങ്ങിന്റെ അതിലേക്ക് നമ്മൾ കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ സെഷൻസ് ഓരോരുത്തർ റെക്കോർഡിംഗ് ചോദിക്കുമ്പോൾ അതിങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുക്കിങ്ങിന്റെ എത്രയും പെട്ടെന്ന്, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എത്രയും പെട്ടെന്ന് അത് ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും ഞാൻ ചെയ്യണത് മുഴുവൻ സുമതി മാമിന് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം ചെയ്ത് വെക്കുന്നുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് കൊടുക്കാം. ചോദിക്കുന്നവർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശോഭന ആന്റി ചോദിച്ചോളൂ. ശോഭന ആന്റി. ഓക്കെ, കേൾക്കണില്ലേ? കേൾക്കാം, ചോദിച്ചോളൂ. സൂപ്പർ ആയിട്ടുണ്ട് ശാന്ത എല്ലാം കേട്ടോ. താങ്ക് യു. അതാ കൊച്ചുമോനൊക്കെ ഉണ്ടാക്കി, ഞാനിവിടെയൊക്കെ വെജിറ്റേറിയൻ സാധനം ഉണ്ടാക്കി, അമ്പലത്തിലും പോയി. ഞാനും രാവിലെ അമ്പലത്തിലൊക്കെ പോയി കൊച്ചുമോന്റെ ബർത്ത്ഡേ ആയിട്ട്. ഉണ്ടാക്കിയത് നോൺ വെജാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നന്നായിട്ടുണ്ട് ശാന്ത എല്ലാം. ഇതന്ന് ശാന്ത വിടുന്നുണ്ടല്ലോ അന്ന് വന്നപ്പോ. അതെ, എല്ലാം നന്നായിട്ടുണ്ടേ. ഒന്ന് താങ്ക് യു. ഓക്കെ, എന്തായാലും ശാന്താന്റി ഇന്ന് രാവിലെ തന്നെ ഭയങ്കര എഫേർട്ടൊക്കെ ഇട്ട് നമ്മൾ കേൾക്കാത്ത പേരുകളൊക്കെ ഉള്ള ഓരോ ഡിഷസ് ഒക്കെ ഉണ്ടാക്കി തന്നില്ലേ? താങ്ക് യു ആന്റി. ഈ ചിക്കൻ മയൻചവ് സൂപ്പില്ലേ, നമ്മള് ഈവനിങ് ഒക്കെ ഒരേ ഒരു ഡിഷ് ഉണ്ടാക്കണ്ടു. എല്ലാം ഉണ്ട് അതില്. അതെ, അതിന് 1 pot മീൽ എന്ന് പറയാൻ കാരണം. ഒരൊറ്റ ഡിഷ് ഉണ്ടാക്കിയാൽ തന്നെ അതിലെല്ലാം ഉണ്ടല്ലേ? അതെ, ഒറ്റ ഡിഷ് ഉണ്ടാക്കിയാൽ മതി, അതിലെല്ലാം ഉണ്ട്. പക്ഷെ എന്നറിയോ, ചിലവർക്കൊക്കെ ചൈനീസ് ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ലേ, സോസിന്റെ. അത് ഇഷ്ടമില്ലാത്തവർക്ക് വിഷമാണ്. അത് ഇഷ്ടമുള്ളവർക്കൊക്കെ എളുപ്പമാണ്. നമുക്ക് ഉണ്ടാക്കി നോക്കിയത് കുറെ പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കൂടെ ഉണ്ടാവില്ലല്ലോ. ചൈനീസ് എന്ന് പറയുമ്പോ റെസ്റ്റോറന്റിലൊക്കെ പോയി കഴിക്കുന്നല്ല, നമ്മൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ലല്ലോ. ഉണ്ടാക്കി നോക്കിയാൽ ചിലപ്പോ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ഞാൻ എവിടെ പോയി എന്ത് കഴിച്ചാലും ആദ്യം അതിന്റെ റെസിപ്പി പഠിക്കും, എന്നിട്ട് ഉണ്ടാക്കും ചെയ്യും. എനിക്ക് വാങ്ങണത് ഇഷ്ടമല്ല. ഞാൻ ആര് വരുമ്പോഴും എത്ര ആളെ വിളിച്ചാലും 50 ആളെ വിളിച്ചാലും ഞാൻ കുക്ക് ചെയ്യാ ചെയ്യും. അല്ല, അതൊരു പാഷനായിട്ട് കാണുന്നത് കൊണ്ട് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ. അത് ശരിയാണ്, ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അതെ, ആ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് ആ കുക്കിങ്ങിന്റെ സ്റ്റൈലിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ കേൾക്കാത്ത ഓരോ പുതിയ വെറൈറ്റി സാധനങ്ങളല്ലേ കൊണ്ടുവന്നിരുന്നത്. ആക്ച്വലി എന്റെ ഭർത്താവ് എന്നെ കളിയാക്കും. എന്റെ ഭാര്യ മുഖറ് വീർപ്പിച്ചിരുന്ന ഒരു 10 ആളെ ഡിന്നറിന് വിളിച്ചാൽ മതി, അപ്പൊ അവളുടെ മുഖറ് ശരിയാവും. അയ്യോ. ഓക്കെ ആന്റി, അതെന്തായാലും നല്ല ഒരു എല്ലാരും ചിരിക്കണു അത് കേട്ടിട്ട്. എല്ലാവരും ചിരിക്കാൻ വേണ്ട, ചിരിപ്പിക്കാനുള്ള കഴിവാണ് ഏറ്റവും നല്ല കഴിവ്. ആന്റി അതിന്റെ ഇടയിൽ നല്ലൊരു കൗണ്ടർ ആയിരുന്നു. ഓക്കെ ആന്റി, അപ്പൊ താങ്ക് യു സോ മച്ച്. എന്തായാലും കഴിഞ്ഞ കുക്കിങ്ങിലും ഉണ്ടാക്കി ആന്റി ഒരുപാട് ഡിഷ്, ഇപ്രാവശ്യം ഉണ്ടാക്കി. എന്തായാലും ആ ഒരു എഫേർട്ടിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സുമതി ആന്റി. താങ്ക് യു സുമതി. താങ്ക് യു ആന്റി. താങ്ക് യു മാം. എന്താ വിളിക്കേണ്ടതെന്ന് അറിയില്ല, ചേച്ചിയാണോ ആന്റിയാണോ മാം ആണോ എന്തായാലും താങ്ക് യു. ചേച്ചിന്ന് വിളിക്കാം. ചേച്ചിന്ന് വിളിക്കാം. അപ്പൊ ഗിരിജയും വന്നിട്ട് പറഞ്ഞു ഞാൻ ശാന്ത ചേച്ചിനെ വിളിക്കുള്ളൂ കേട്ടോ.
അത് കുറച്ചും കൂടി ക്ലോസ് ആവും മാം എന്ന് അതെ വിളിക്കണേക്കാട്ടും. അതെ 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 അതെ. ഓക്കെ, Thank you. ഗിരിജാൻറ്റി എന്തോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഗിരിജാൻറ്റി ചോദിച്ചോളൂ. ചേച്ചി ഞാനിവിടെ ഉണ്ട്. അതെയോ? ഞാൻ ആലോചിക്കായിരുന്നു ബേബിക്ക് പകരം അവിടെ ഒന്ന് വന്നാലോ, കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ എവിടെയെന്ന്. വരൂ, ബേബി വരൂ, അവിടെ, വരൂ. ബേബി സുഖമായിട്ടിരുന്ന് എല്ലാം ടേസ്റ്റ് ചെയ്യണോ? ഒന്ന് അവിടെ വന്നിരുന്നെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യായിരുന്നു എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇവിടെ. ഇപ്പോഴും അവിടുന്ന് പുറപ്പെട്ട 10 മിനിറ്റ് ഇവിടെ എത്തും. അതെ അതെ. എനിവേ താങ്ക് യു. നല്ല ഡിഷസ് ആണ്, നല്ല 1 പോട്ട് മീലൊക്കെ ഏതായാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി Okay. മച്ച്. എനിക്ക് അന്ന് വളരെ ഉപകാരമായി, വളരെ നന്ദി. ആ leave it. അതിനിപ്പോ നന്ദിയൊന്നും വേണ്ട. ഐ വാസ് ആൾസോ വെരി ഹാപ്പി മീറ്റിംഗ് യു. ശരി ശരി. ഓക്കെ. ഓക്കെ ആന്റി, താങ്ക് യു. താങ്ക് യു ശാന്ത ആന്റി. ഇനി ഒരുപാട് ഇങ്ങനത്തെ ചൈനീസ് ഇപ്പൊ കഴിഞ്ഞു, ഇനി ഓരോ വെറൈറ്റി ഡിഷസ് ഒക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരും. ആന്റി മ്യൂട്ട് ആയി ശാന്ത പോയോ? മ്യൂട്ടാണ്. ശാന്ത മ്യൂട്ടാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ആ ശാന്ത മ്യൂട്ടാണ്. സംസാരിച്ചോളൂ. അൺമ്യൂട്ടായി. ആ ആ. അതെ അതെ. അപ്പോ ഇനി അടുത്ത ആളെ നമുക്ക് വിളിച്ചാലോ? ഓക്കെ ശരി. ഓക്കെ ആന്റി, ഓക്കെ. ഇന്ദിര ആന്റി. ഓക്കെ, ഇന്ദിര ആന്റി ഭയങ്കര എനർജിയിൽ വന്നിട്ടുണ്ടല്ലോ. വേണമല്ലോ, നല്ല മുന്നോട്ട് പോകാൻ എനർജി വേണം, എനർജി വേണം, എല്ലാവർക്കും എനർജിയും കിട്ടട്ടെ. ശാന്ത എല്ലാം നല്ലായിരുന്നു കേട്ടോ. അതാദ്യം തന്നെ പറയട്ടെ. ഞാനിന്ന് കാണിക്കാൻ പോണേ, ആദ്യം ഡിഷസ് കാണിക്കാം കേട്ടോ. ആ ഇപ്പൊ ഓഡിയോ ക്ലിയർ. നേരത്തെ ഇങ്ങനെ ദൂരെ വെച്ചപ്പോ ഓഡിയോ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിണ്ടായിരുന്നു. ഓക്കെ. ഒരു മിനിറ്റ് ഇപ്പൊ വരാം. ഓക്കെ ആന്റി. ഇത് ഹാങ് ആയി പോണ, ഒരു മിനിറ്റ്. എന്തു പറ്റി? ഒരു മിനിറ്റ് ഹാങ് ആയി, വേറെ എന്തോ വന്നപ്പോഴേ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ ഓക്കെ. നോട്ടിഫിക്കേഷൻ ബാർ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സൂം ഒന്ന് കാണും. അതെ. ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. ശരിക്കും വരുന്നില്ല. ഓക്കെ ആന്റി, ഓക്കെ. ഒന്ന് ലീവ് ചെയ്തിട്ട് കയറി നോക്കും. ഇപ്പൊ വരാം, കാണാലോ. കാണാം കാണാം, ക്ലിയർ ആണ്. ഞാൻ ഇപ്പൊ ഇന്ന് ആദ്യം കാണിക്കാൻ പോകുന്നത് ആ ക്യാമറ എവിടെ പോയി? ക്യാമറ കണ്ടില്ലല്ലോ. സ്ക്രീനിന്റെ മേലെ ഒരു ക്യാമറ ഫ്ലിപ്പ്. ഓക്കെ ഓക്കെ. ഇന്ദിര ആന്റി മ്യൂട്ടാണോ? ഇന്ദിര ആന്റി, ആന്റി മ്യൂട്ടാണ്, ഒന്ന് അൺമ്യൂട്ട് ആക്കുമോ? ഓക്കെ. ഓക്കെ. ഞാന് ഒത്തിരി പനീർ ഡിഷ് കാണിച്ചിട്ടുണ്ട്. ഹൈദരാബാദി പനീര്, പനീർ ബട്ടർ മസാല. ഇത് വന്നിട്ട് മുഗളായി പനീറാണ്. ഭയങ്കര റിച്ച് ഇതാണ്. ഇതിന് വേണ്ട ഇത് ആദ്യം റെസിപ്പി പറയണോ എങ്ങനെയാ? ഒരു ഐറ്റം കാണിച്ചിട്ട് അങ്ങനെ അതിന്റെ റെസിപ്പി പറഞ്ഞോളൂ ആന്റി. അപ്പൊ ഞാനിപ്പോ മുഗളായി പനീറിന്റെ പറയാം. ഇതാണ് ഡിഷ്. ഇത് ഭയങ്കര റിച്ച് ഡിഷാണ്. ഇതിന്റെ പ്രിപ്പറേഷൻ നമ്മുടെ ബട്ടർ മസാല അങ്ങനത്തെ സാധാ പനീറിന്റെ അങ്ങനത്തെ ഒന്നും അല്ല. ഇത് വന്നിട്ട് പിന്നെ ആവശ്യമുള്ള സാധനം പനീർ ഓഫ്കോഴ്സ് 200 ഗ്രാമിന്റെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ച പോലെ ഇങ്ങനെ ഇതേപോലെ സ്ലൈസ് ചെയ്യാം. അങ്ങനെ സ്ലൈസ് ചെയ്യാം. പിന്നെ വന്നിട്ട് വേണ്ടത് സവാള. ഒരു സെക്കൻഡ്. ആന്റി പോയോ? മ്യൂട്ടായി പോയോ?
ആന്റി നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? ഇല്ല 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 ഇല്ല, ആ കുഴപ്പമില്ല. ആ ഇതിന് വേണ്ടത് സവാള 2 ഫ്രൈ ചെയ്തിട്ട് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ വരെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. പിന്നെ വേണ്ടത് ഡ്രൈ കോക്കനട്ട്, അതായത് നമ്മുടെ കൊപ്ര ഇല്ലേ, കൊപ്ര ചെറിയ പീസായിട്ട് എടുത്തിട്ട് അതൊരു 1/4 കപ്പ് വേണം. പിന്നെ വന്നിട്ട് ബദാം വന്നിട്ട് ഒരു 10 കാഷ്നട്ട് വന്നിട്ട് ഒരു 5. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലില് സാഫ്രൻ ഉണ്ടല്ലോ, കുങ്കുമപ്പൂവ്, 2-3 സ്ട്രാൻഡ്സ് ഇട്ട് വെക്കുക. അതിലേക്ക് ഫ്ലേവർ ആണ് ഈ മുഗളയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. 1 ടേബിൾ സ്പൂൺ പാലില് ഒരു 2-3 സ്ട്രാൻഡ്. പിന്നെ ഇഞ്ചി 1 ഇഞ്ച്, ഗാർലിക് 6-7, ജീരകം 1/2 ടീസ്പൂൺ, ഏലക്കായ 4, കുരുമുളക് ഒരു 10, മുഴുക്കയുള്ള കുരുമുളക് 10. പിന്നെ വന്നിട്ട് പത്ത 1 ഇഞ്ച് കഷ്ണം, തൈര് 1/2 കപ്പ്, ഓയില് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആവാം. പിന്നെ വന്നിട്ട് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവുള്ള മുളക് പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ലാസ്റ്റ് വേണ്ടത് കുറച്ച് ക്രീം, ഒരു ടേബിൾ സ്പൂൺ ക്രീം മതി അതിന്റെ റിച്ച്നെസ്സിന്. പിന്നെ ജീരകപ്പൊടി, വറുത്ത് പൊടിച്ച ജീരകപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 3, ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ. ഇത്രേ ആവശ്യമുള്ളൂ. ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ സവാള വറുത്ത് മാറ്റി വെക്കുക, അത് നമുക്ക് പ്രീവിയസ് ഡേയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് മിക്സർ ജാറിലേക്ക് കശുവണ്ടി, ബദാം, ഈ തേങ്ങ, ഉണക്കത്തേങ്ങ ഇല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താലും മതി, കൊപ്രയാണ് ആവശ്യം. പിന്നെ ഇഞ്ചി, ഈ ഫ്രൈ ചെയ്ത ഉള്ളി, വെളുത്തുള്ളി എല്ലാം കൂടി അതിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു വെക്കുക. പിന്നെ എണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ 3 ടേബിൾ സ്പൂണോളം എണ്ണ പറഞ്ഞിട്ട് അതിലേക്ക് ഈ ഗരം മസാലകളെല്ലാം ഇടുക. ഹോൾ ഗരം മസാല, പട്ട, കരയാമ്പൂ, കുരുമുളക്, ജീരകം, അതൊക്കെ ഇട്ടതിന് ശേഷം ഈ അരച്ചു വെച്ച പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ സോട്ടേ ചെയ്ത് നല്ലപോലെ അത് പേസ്റ്റ് ആയിട്ട് വരണ്ടു വരുന്ന സമയത്ത് 1 കപ്പ് ഈ ഡ്രൈ മസാലകളൊക്കെ ഇടുക. മുളക് പൊടി, മല്ലിപ്പൊടി അതെല്ലാം ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. എന്നിട്ട് തൈര് നല്ലപോലെ അടിച്ചതിന് ശേഷം തീ കുറവാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കുക. പുളിയില്ലാത്ത തൈര് വേണേ, ഫ്രഷ് ആണെങ്കിൽ അത്രയും നല്ലത്. അത് അതിലേക്ക് ഇടുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ പനീർ പീസസ് എല്ലാം അതിലേക്ക് ഇടുക. നല്ലപോലെ മിക്സ് ചെയ്യുക. പച്ചമുളക് കീറിയിടുക, അല്ലെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിടുക. നമ്മൾ ചില്ലി ചിക്കൻ ഇടുന്ന പോലെ ഡയഗണലായിട്ട് മുറിച്ചോ, നിങ്ങളുടെ ഇഷ്ടത്തിന് ഇടാം, പകുതിയായിട്ട് മുറിച്ചോ, അങ്ങനെയൊക്കെ ഇടാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് സിമ്മില് ആ എണ്ണ തെളിഞ്ഞു വരുന്നവരെ കട്ടിയായിട്ട് എടുക്കുക. അതാണ് ഫൈനൽ പ്രോഡക്റ്റ്. പിന്നെ കുറച്ച് കസൂരി മെത്തി, ഗരം മസാലയും അതിലേക്ക് ഇടുക. അതുകൊണ്ട് ഇത്രയും തിക്നെസ്സിലാണ് എടുക്കുക. ഇതാണ് മുഗളൈ പനീർ. അതിന്റെ കൂടെ കഴിക്കാൻ ചെറിയ കോയിൻ പൊറോട്ട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റെസിപ്പി, അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു ചപ്പാത്തി പരത്തിയിട്ട് എണ്ണ തേച്ചിട്ട് കുറച്ച് പൊടി തൂവി റോൾ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് പരത്തിയിട്ട് തവയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതാണ് കോയിൻ പൊറോട്ട. ഇതാണ് ആദ്യത്തെ ഡിഷ്. പിന്നെ അടുത്ത ഡിഷ് പറയാം. ഇത് വന്നിട്ട് പൊട്ടറ്റോ ബോൾസ് ആണ്. പൊട്ടറ്റോ ബോൾസിന്റെ കൂടെ ഒരു ചില്ലി ഡിപ്പ് ഉണ്ട്. ഈ ചില്ലി ഡിപ്പ് ആദ്യം പറയാം. ചില്ലി ഡിപ്പ് ഉണ്ടാക്കാൻ 1 ടീസ്പൂൺ എണ്ണ ചൂടാക്കി 4-5 കാശ്മീരി മുളക് വറുത്ത് മാറ്റി വെക്കുക. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എടുത്തോളൂ. 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 5-6 ഗാർലിക് എല്ലാം കൂടി സോട്ടേ ചെയ്തിട്ട് ഈ മുളകും അതും കൂടി അരയ്ക്കുക. നല്ലപോലെ അരച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചരക്കുക കേട്ടോ. അരച്ചതിന് ശേഷം ഹങ്കേഡിന്റെ കൂടെ, തൈര് തുണിയിൽ കെട്ടിയുള്ള ഹങ്കേഡിന്റെ കൂടെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് വെക്കുന്നതാണ് ഇത് ചില്ലി ഡിപ്പ്. അതിന്റെ കൂടെ പിന്നെ പൊട്ടറ്റോ ബോൾസ് നല്ല
ഔട്ട്സൈഡ് ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അത് വന്നിട്ട് ഞാനൊരു 3 പൊട്ടറ്റോ, മീഡിയം സൈസ് 3 ഇത്രയും ഇതിന് കേട്ടോ, 3 പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ട് തിളച്ച വെള്ളത്തിലെടുത്ത് നമ്മൾ കൈകൊണ്ട് അമർത്തിയാൽ ഇതാവണം, സ്മാഷ് ആവണം, അത്രയും വേവിക്കാൻ പാടുള്ളൂ. വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ചൂടോടെ തന്നെ പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് നല്ലപോലെ ഉടയ്ക്കുക, സ്മൂത്ത് പേസ്റ്റ് ആക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഗാർലിക് ഇടാം, ഇല്ലെങ്കിൽ ഇറ്റാലിയൻ സീസണിങ് ഇടാം, ഒന്നുമില്ലെങ്കിൽ ജീരകം ഇടുക. എന്നിട്ട് അതിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇടുക, അതായത് 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഓയിലും ബട്ടറും കൂടി എടുക്കാം, അപ്പൊ പൊട്ടറ്റോന് ഒരു നല്ല ഫ്ലേവർ ഉണ്ടാവും, പകുതിയായിട്ട്. എന്നിട്ട് ഈ മൈദ ഇട്ട് മിക്സ് ചെയ്തൊന്ന് കളറ് മാറി വരുമ്പോ ഈ മാഷ് ചെയ്ത പൊട്ടറ്റോ അതിലേക്ക് ഇടുക. എന്നിട്ട് ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് സ്പ്രിംഗ് ഒണിയൻ എല്ലാം ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് ഉരുണ്ട് വരും അതില് ഇതായിട്ട്. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴച്ച് ഇതേപോലെ അതിലേക്ക് എന്നിട്ട് 3 ടീസ്പൂൺ കോൺഫ്ലവർ ഇടുക. മൈദ എന്തിനാന്ന് വെച്ചാൽ പൊട്ടറ്റോണിയെ ബൈൻഡ് ചെയ്യും, കോൺഫ്ലവർ നമുക്ക് ക്രിസ്പിനെസ് തരും. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തിരിക്കുക. ഇടുമ്പോൾ ഓയിലിന് ചൂട് വേണം, അത് കഴിഞ്ഞിട്ട് മീഡിയം ഇതിൽ വെച്ചിട്ട് ഗോൾഡൻ കളർ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതാണ് ഇത്. സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഞാൻ വെറുതെ ഡെക്കറേഷൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്കിൽ വെച്ചെന്നുള്ളൂ. ഇങ്ങനെ ഒരു ബൈറ്റ് സൈസ് പീസാണല്ലോ, അങ്ങനെ എടുത്ത് കഴിക്കാന്നുള്ള ഇതില് ഇങ്ങനെ വെച്ചുള്ളത്. അടുത്തത് വന്നിട്ട് എഗ് ടൊമാറ്റോ റിങ്സ് ആണ്. എഗ് ടൊമാറ്റോ റിങ്സ് അതെന്താന്ന് വെച്ചാൽ ഒന്നുമില്ല, ഭയങ്കര ഈസിയാണ്. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ പ്രോട്ടീൻ ഇത് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ വരും അത്. തക്കാളി നമ്മള് വലിയ തക്കാളി ആണെങ്കിൽ നല്ല എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെറിയ തക്കാളി എടുത്തത്. എൻ്റെ അവൈലബിൾ ഉള്ള തക്കാളി വെച്ച് ഞാൻ എടുത്തു. അതിന്റെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലത്തെ ഫ്ലഷ് അങ്ങോട്ട് മാറ്റുക. അപ്പൊ നമുക്ക് റിങ് പോലെ കിട്ടും. ആ റിങ്ങിനെ മാറ്റി വെക്കുക. ഈ ഫ്ലഷിനെ നല്ലപോലെ ചോപ്പ് ചെയ്തതിന് ശേഷം കറി ഉണ്ടാക്കാൻ 1 മുട്ട എടുത്ത് അതിലേക്ക് 1 മുട്ട ഇടുക. മുട്ടയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ, ഉപ്പ് അത്രയും ഇടുക. പിന്നെ ആണെങ്കിൽ മല്ലിയില അങ്ങനത്തെ വല്ലതൊക്കെ ഇടാം, ഓനിയൻ ഇടാം. പക്ഷെ ഒന്നും ഇട്ടില്ല, ഇത് ഓൺലി ടൊമാറ്റോ ആണ്. ടൊമാറ്റോ എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യം ഉണ്ടാവും, എഗ്ഗിന്റെ പ്രോട്ടീൻ ഉണ്ടാവും. ഇത് 5-6 പീസ് വെച്ചാൽ നല്ല ഫില്ലിംഗ് ആണ്. ഒരു സൈഡ് ഡിഷായിട്ട് ചോറിന്റെ കൂടെ ഉപയോഗിക്കാം. എന്നിട്ട് ഒരു തവ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ എണ്ണ വെച്ച് ബ്രഷ് കൊണ്ട് എല്ലാ സ്ഥലത്തും പരത്തി വെച്ചതിന് ശേഷം എണ്ണ ഈ ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ച് റിങ് അതിലേക്ക് വെക്കുക. എന്നിട്ട് കുറേശ്ശെയായിട്ട് ആ നടുക്ക് തവ നല്ല ചൂടായിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഈ മുട്ട ഒഴിക്കുമ്പോൾ അത് പുറത്തേക്ക് വരും. ഈ റിങ്ങിന്റെ ഇതിന്റെ നടുക്കിലേക്ക് 1 ടേബിൾ സ്പൂൺ അതിന് കൊള്ളണത്ര ഇതിട്ട് ഈ മുട്ടയുടെ മിക്സർ ഇട്ട് കഴിഞ്ഞതിന് ശേഷം അടപ്പ് വെച്ച് അടച്ചിട്ട് സിമ്മില് വേവിക്കുക. വേവിച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. മുകളിലൊന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് തിരിച്ചിടുക. തിരിച്ചിട്ട് 2 സൈഡും ഒരു ഗോൾഡൻ കളർ ആവണ പോലെ ആക്കി കഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ടൊമാറ്റോ സോസ് വെച്ചിട്ട് ഇത് സെർവ് ചെയ്യാം. അതാണ് 3ാമത്തെ ഡിഷ്. 4ാമത്തെ ഡിഷ് വന്നിട്ട് മോമോസ്. ഞാൻ ആദ്യം തന്നെ ശാന്ത ചൈനീസിനൊക്കെ പറഞ്ഞപ്പോൾ വിചാരിച്ചു മോമോസ് ആയിരിക്കുമോ, ഞാനും അത് തന്നെ ഉണ്ടാക്കി. എപ്പോഴും അങ്ങനെ ഒരു കോയിൻസിഡൻസിൽ ഞങ്ങൾ ഓൾമോസ്റ്റ് സെയിം ഉണ്ടാക്കാറുണ്ട്. ഇത് മോമോസ്, വെജ് മോമോസ് ആണ്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാനിപ്പോ 1 കപ്പ് മൈദ, 1 കപ്പ് മൈദയിൽ 8 എണ്ണം ഉണ്ടാക്കാം കേട്ടോ. 1 കപ്പ് മൈദയിൽ കുറച്ച് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴയ്ക്കുക, സ്മൂത്ത് ആയിട്ട് കുഴയ്ക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക. ഫില്ലിങ്ങിന് വന്നിട്ട് ക്യാബേജ് 1/2 കപ്പ്
ക്യാരറ്റ് 1/4 കപ്പ്, രണ്ടും കൂടെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ഉപ്പ് പുരട്ടി മാറ്റി വെച്ചതിന് ശേഷം ഒരു മസ്ലിൻ ക്ലോത്തിലോ തോർത്തിലോ കെട്ടിയിട്ട് അതിന്റെ വെള്ളം മാറ്റി വെക്കുക. ഈ വെള്ളം വെച്ച് തന്നെ നിങ്ങൾക്ക് മൈദയും കുഴയ്ക്കാം, ഒന്നും കൂടെ ന്യൂട്രീഷ്യസ് ആയിരിക്കും. അങ്ങനെയും ചെയ്യാം. വെള്ളം കളയുക. വെള്ളം കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം പച്ചമുളക്, സ്പ്രിംഗ് ഒനിയൻ, പെപ്പർ പൗഡർ, സോൾട്ട്, പിന്നെ ഞാൻ ഒരു മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മല്ലി, ഒരു ഇത്തിരി ജീരകം, 1 ടീസ്പൂൺ ജീരകം, ചുമന്ന മുളകും കൂടെ വറുത്തിട്ട് പൊടിച്ചത്. അതാണ് ഞാൻ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിരിക്കുന്ന. ഉള്ളിലും ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമില്ല, ഒരു ഫ്ലേവർ ഡിഫറൻസിന് വേണ്ടിയിട്ട് ഇട്ടുന്നേ ഉള്ളൂ. എൻ്റെതായ ഒരു ഇന്നോവേഷൻ. എന്നിട്ട് പരത്തുക. ഇതിനെ ഒരു 8 പീസായിട്ട് ബോളായിട്ട് മാറ്റിയിട്ട് നല്ല തിന്നായിട്ട് പരത്തുക. തിന്നായിട്ട് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെച്ചിട്ട് സൈഡ് അറ്റം കുറച്ച് കനം കുറഞ്ഞ് പരത്തണം. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടി ഓരോ സൈഡിൽ നിന്ന് ചുരുട്ടി ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് ആവി നല്ല താഴ്ച കിടക്കണ ഇതിലേക്ക് ഈ സ്റ്റീമർ വെച്ചിട്ട്, സ്റ്റീമറിനെ ഈ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഈ അരിപ്പ സ്റ്റീൽ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ വെച്ചിട്ട് വേവിക്കുക. 10 മിനിറ്റ് ഇതിൽ വേവിച്ചാൽ മതി. ഞാൻ സ്റ്റീമറിൽ ചെയ്ത് തരണം 10 മിനിറ്റ്, ഗ്യാസിലാണെങ്കിൽ 10 മിനിറ്റ് മതി. സ്റ്റീം ചെയ്തിട്ട് ഇതേപോലെ മോമോസ് എടുത്ത് സെർവ് ചെയ്യുക. അതിന്റെ മുകളിൽ ആ മസാല സ്പ്രിങ്കിൾ ചെയ്ത് വെക്കുക. അത്രേ ഉള്ളൂ മോമോസ്. ഇതാണ് എൻ്റെ ഇന്നത്തെ 4 ഡിഷസ്. ഇവിടെ കാണിക്കാറില്ല. പൊട്ടറ്റോ ബോൾസ്, മുഗളായി പനീർ വിത്ത് ഓയിൽ പരട്ട, പൊട്ടറ്റോ ബോൾസ് വിത്ത് ഡിപ്പ്, ടൊമാറ്റോ റിങ്സ്, മോമോസ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇന്ദിരാന്റി ആദ്യം ഞാൻ ആ ഒരു കറി കാണിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതാണോ, ഇതിൽ തീർന്നോ വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ഒന്നിനൊന്ന് പുറകെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക, വെറൈറ്റി. എനിക്കിഷ്ടമായി. മറ്റേ മോമോസ് ഒക്കെ ഗാർണിഷ് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട്. അത് ഞാൻ ഡിഫറെന്റ് ആ മസാലയുടെ കൂടെ എപ്പോഴും നമ്മൾ പ്ലെയിൻ ഗ്രേവിയുടെ കൂടെ ഒക്കെ അപ്പൊ ഇങ്ങനെ കഴിക്കാനും അത് നല്ലത്. അവര് ഡിഫറെന്റ് അതിന് പ്രത്യേകം ഇങ്ങനെ ഇപ്പൊ നമ്മുടെ പൊട്ടറ്റോ ബോൾസിന് ഡിപ്പിംഗ് പോലെ പ്രത്യേക ഡിപ്പ് ചെയ്ത് കഴിക്കാനുള്ളതൊന്നും വേണ്ട അല്ലേ? ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ഷെഷ്വാൻ സോസോ ചില്ലി ഡിപ്പ്, ഈ ഡിപ്പിന്റെ കൂടെയും കഴിക്കാം, നന്നായിരിക്കും. എനിക്ക് ചില്ലി ഡിപ്പ് ഒരു വെറൈറ്റി ആയി തോന്നി. സാധാരണ ഇങ്ങനെ മയോണൈസ് അങ്ങനെയൊക്കെയല്ലേ നമ്മൾ കാണാറുള്ളൂ. ഇത്തിരി വെറൈറ്റി ആയിട്ടുണ്ട്. ആ ബോൾസ് ഒക്കെ നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട്. ബോൾസ് നല്ല ടേസ്റ്റ് ആയിട്ടോ. ഒന്നുമില്ല അതില്, നല്ല ക്രിസ്പിയാണ്. ഇപ്പൊ പുറത്തുനിന്ന് ഉള്ളിന്ന് നല്ല സോഫ്റ്റ്. പൊട്ടറ്റോ ഫ്രൈ ചെയ്ത എല്ലാവരുടെയും ഫേവറേറ്റ് ഡിഷ് ആണല്ലോ. പിന്നെ ഇതിന് ഉള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അപ്പൊ കുട്ടികൾക്ക് കഴിക്കാത്തവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കുട്ടികൾക്ക് അങ്ങനെ വെച്ച് കാണുമ്പോ തന്നെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. എടുത്ത് കഴിക്കാനും പാകത്തിനാണ് ആന്റി ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചിരിക്കണേ. കയ്യിലൊന്നും ആവില്ല. ഡിപ്പില് മുക്കി അങ്ങനെ ആയിരിക്കും. അതാണ് ചെറിയ ബോൾസ് ആയിട്ട് ഉണ്ടാക്കിയത്. ഓക്കെ ആന്റി, നല്ല അടിപൊളി ഡിഷസ് ആണ് നമുക്ക് ഇന്നലെ ആന്റി ഉണ്ടാക്കി തന്നിട്ടുള്ളത്. നേരത്തെ തുടങ്ങി ഉണ്ടാക്കാൻ? 9 മണിയൊക്കെ കഴിഞ്ഞു ഉണ്ടാക്കാൻ തുടങ്ങി. 3 ഐറ്റംസ് ആന്റി ഒറ്റയ്ക്ക് ഉണ്ടാക്കിയില്ലേ? പിന്നെ എനിക്ക് ഈ ഫ്രൈഡ് ഒനിയൻസ് ഒക്കെ സ്റ്റോക്ക് ഉണ്ടാവും. ചെറുതായിട്ട് കേറ്ററിംഗ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കാം. പൊട്ടറ്റോ പിന്നെ ഒന്നുമില്ല, വേവിച്ച് വെച്ച് അതൊക്കെ ചെയ്യാനുള്ളതല്ലോ. ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ ആന്റി, അപ്പൊ നമുക്ക് ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാം അല്ലെ? എല്ലാരും കണ്ടിങ്ങനെ ഇരുന്ന് അതിൽ മുഴുകിപ്പോയോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ഇന്ന് ആന്റിയുടെ അടുത്ത് ചോദിക്കാൻ? ഡൗട്ട്സിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് പറയാ, നമ്മുടെ കൊച്ചി ചാപ്റ്റർ മീറ്റിംഗ് മാർച്ച് 2-നാണ്. മെറൈനിൻ ഹോട്ടലാണ് കൊച്ചി, ഹൈറ്റി പാർട്ടി എന്നിട്ട്. അപ്പൊ അവിടെയാണ് നമ്മുടെ ചാപ്റ്റർ മീറ്റിംഗ് വരുന്നത് കൊച്ചിയില്. അപ്പൊ കോസ്റ്റ് വരുന്നത് 400 റുപ്പീസ് ആണ് കേട്ടോ പെർ പേഴ്സൺ വരുന്നത്. 3 മണി മുതലാണ്, രാവിലെ മുതലല്ല, 3 മണി മുതൽ 6 മണി വരെയാണ് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ മീറ്റിംഗ് ഉണ്ടാവുക. ഫസ്റ്റത്തേൽ തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കാര്യങ്ങൾ ഒന്നും അല്ല ചെയ്യുന്നത്. ജസ്റ്റ് നമുക്ക് അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒന്ന് വന്ന് ആ ഒരു ചാപ്റ്റർ മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും വന്ന് ജസ്റ്റ് നമ്മൾ തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ, കമ്മ്യൂണിക്കേഷൻ ഒക്കെ ആയിരിക്കും അന്നത്തെ ചാപ്റ്റർ മീറ്റിംഗിൽ ഉണ്ടാവുക. പിന്നെയാണ് നമ്മളത് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ.
അപ്പം ആ ഒരു ചാപ്റ്റർ മീറ്റിംഗിന്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. കൂടെ നമ്മുടെ കാശ്മീർ അയോധ്യ ട്രിപ്പ്, കാശ്മീരിന്റെ തുലിപ് ഫെസ്റ്റിവൽ ആണ്. അപ്പം ഏപ്രിലാണ് നമ്മളുടെ കാശ്മീർ ട്രിപ്പ് വരുന്നത്. അതിലേക്ക് താല്പര്യമുള്ളവരും ഐറ്റിനറി വേണ്ടവരും ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്യുക. ഐറ്റിനറി ഓൾറെഡി നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ കിട്ടാത്തവർ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. ആ ഒരു കാശ്മീർ ഐറ്റിനറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പേര് തരിക, പെട്ടെന്ന് തന്നെ പേര് തരിക. പിന്നെ നമ്മുടെ അയോധ്യ ട്രിപ്പ് വരുന്നുണ്ട്. ഇപ്പം ഏകദേശം ഒരു സീസൺ ടൈം ആണല്ലോ. അപ്പൊ അയോധ്യ ഉണ്ട്, വാരണാസി, പ്രയാഗ്രാജ്, ഇവിടെയുള്ള ടെമ്പിൾസും ഉണ്ട്, ആരതി എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ആ ഒരു ട്രാവലിനും താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ പേര് തരിക. അത് മാർച്ചിലാണ്. അപ്പൊ അയോധ്യ ട്രിപ്പിനുള്ളവര് പെട്ടെന്ന് തന്നെ പേര് തരിക കേട്ടോ. അപ്പൊ അതിന്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ 32,000 ആണ്, പ്ലസ് ബാക്കി ഫ്ലൈറ്റ് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം പിന്നെയുള്ള നമ്മുടെ പ്ലാറ്റിനം ആൻഡ് സിൽവർ കാർഡിന്റെ ആണ്. ജസ്റ്റ് പുതുതായിട്ട് വന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് സിൽവർ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സെഷൻസ് മാത്രം ഉള്ളതാണ്. സെഷൻസിന് മാത്രമേ ആക്സസ് ഉണ്ടാവുള്ളൂ, വേറെ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പ്ലാറ്റിനം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാ സെഷനും അവൈലബിൾ ആയിരിക്കും, അതിന് ആക്സസ് ഉണ്ടാവും. അതിന് ഏതൊക്കെ സെഷന്റെ റെക്കോർഡിങ്സ് ഉണ്ടോ അതിന് ആക്സസ് ഉണ്ടാവും. 5% ഡിസ്കൗണ്ട് നമ്മുടെ സീനിയർ സൈവ് നടത്തുന്ന ട്രാവലിന് ഉണ്ടാവും. 20% ഡിസ്കൗണ്ട് നമ്മുടെ ഫിറ്റ്നസ് ക്യാമ്പിന് ഉണ്ടാവും. അതേപോലെ അടുത്ത ആനുവൽ സബ്സ്ക്രിപ്ഷന് നമുക്ക് 50% ഓഫർ ഉണ്ടാവും. നമ്മുടെ ചാപ്റ്റർ മീറ്റിംഗിന് ആക്സസ് ഉണ്ടാവും. അതേപോലെ തന്നെ ചാപ്റ്റർ ബോർഡ് മെമ്പർ ആവാനുള്ള ഒരു എലിജിബിലിറ്റി നമ്മുടെ പ്ലാറ്റിനം കാർഡ് മെമ്പേഴ്സിന് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ ലേണിംഗ് ക്ലാസ്സുകളാണ്. അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തണം, ഒരു ഗെറ്റ് ടുഗദർ ഒക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സീനിയർ സൈവിന്റെ തന്നെ 2 ഫ്രീ ആയിട്ടുള്ള ഓൺലൈൻ പേഴ്സണലൈസ് ആയിട്ടുള്ള കിറ്റി പാർട്ടി കൂടെ ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. സിൽവർ കാർഡ് 250 പെർ മന്ത് ആണ്, 2100 ആണ് ഇയർലി വരുന്നത്. പ്ലാറ്റിനം കാർഡ് വരുന്നത് 500 പെർ മന്ത് ആണ്, 4200 ആണ് ഇയർലി വരുന്ന സമയത്ത്. അപ്പൊ ഇതിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ കൊച്ചി ചാപ്റ്റർ മീറ്റിംഗ് മറന്നു പോകരുത്. കൊച്ചി ചാപ്റ്റർ മീറ്റിംഗിൽ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പറയാട്ടോ. ഓക്കെ. പേയ്മെന്റ് എവിടെ ആർക്കാ ചെയ്യണ്ടേ? കൊച്ചി മാധവിന്റെ തന്നെ സെയിം, നമ്മുടെ മാധവിന്റെ അക്കൗണ്ട് തന്നെയാണ് പേയ്മെന്റ്സ്. ഏതാണ്ട് മെറൈനിൽ ലാസ്റ്റ് ടൈം മീറ്റ് ചെയ്ത സ്ഥലം തന്നെയാന്ന് തോന്നുന്നു എനിക്ക്. മെറൈനിൻ ആണ്, മെറൈനിൻ. അതെ 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 അതെ, മെറൈനിൻ ആണ്. ലാസ്റ്റ് ടൈം ഗെറ്റ് ടുഗദർ ഉണ്ടായില്ലേ, അവിടെയാണോ തോന്നുന്നുണ്ട്. ലാസ്റ്റ് ടൈം അതേ സ്ഥലം. അതെ, അവിടെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ പേര് തരാട്ടോ. അതെ, എല്ലാവർക്കും ഒന്ന് മീറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓരോ അവസരമാണ് അല്ലെ. കൊച്ചിയിലൊക്കെ ഉള്ളവർക്കൊക്കെ പരസ്പരം കാണാനൊക്കെ ഉള്ള ഒരു അവസരം. അപ്പോ താല്പര്യമുള്ളവരൊക്കെ ചാപ്റ്റർ മീറ്റിംഗിൽ പങ്കെടുക്കാം. ഓക്കെ, ഇനി ഡൗട്ട്സ് എടുത്തോ. ഓക്കെ. ടേസ്റ്റി ഉണ്ടേ. രമാദേവി ആന്റി ടേസ്റ്റ് ചെയ്യാം ആന്റി, ടേസ്റ്റ് ചെയ്തോളൂ, കാണാലോ. ഞങ്ങൾക്ക് കണ്ടെങ്കിലും ഓക്കെ, ടേസ്റ്റ് ചെയ്തിട്ടില്ല. സോറി. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഡൗട്ട് എടുക്കാം ഗോപിക. ഓക്കെ. ആന്റി ഒറ്റയ്ക്കാണോ അവിടെ? എന്താ ക്ലിയർ ആയില്ല? ഓക്കെ. മോളെ ആദ്യമായിട്ട് കാണുന്നല്ലേ? ഞാൻ ഇപ്പൊ കുറച്ചായുള്ളൂ. പനീറും കോയിൻ പൊറോട്ടയും. ഓക്കെ. സൂപ്പർ. ആഹാ, ഞങ്ങളൊക്കെ ഇവിടെ വിശന്നിങ്ങനെ ഇരിക്കുകയാണ്. ബോൾസ് അതിന്റെ കൂടെ ഡിപ്പ്. അതാണോ കൂടുതൽ ഇഷ്ടമായി? അത് ഭയങ്കര സോഫ്റ്റാ തോന്നുന്നു കഴിക്കുമ്പോ തന്നെ. അത് അറിയുന്നുണ്ട്, കഴിക്കുമ്പോ തന്നെ ബൈറ്റ് എടുക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റി.
രണ്ടും കൂടി ഡിപ്പാണ് അതിന്റെ ഹൈലൈറ്റ്. നല്ല ടേസ്റ്റ്. ഓക്കെ. എന്താണ് ആ ഡിപ്പിന്റെ ടേസ്റ്റ്? ചില്ലി ഡിപ്പ് സ്പൈസ് ആണോ? പനീരിന്റെ ആ, ടേസ്റ്റ് ഉണ്ട് ഇതിന്. ആ. ഇതിന് പനീരിന്റെ ടേസ്റ്റ് നല്ലോണം അറിയുന്നുണ്ട്. പിന്നെ ഇത് തൈരിന്റെ ടേസ്റ്റ്. ആ, തൈരൊക്കെ ഉപയോഗിച്ചിട്ടുള്ള. ഓക്കെ. ഇത് ആ, ഓക്കെ. എല്ലാം ഒന്നിനൊന്നും മെച്ചം പറയാനില്ല. ഞങ്ങൾക്കിത് ആന്റി കണ്ടിരിക്കാൻ കഴിക്കുമ്പോ ഞങ്ങളുടെ വായിൽ ഇങ്ങനെ വെള്ളം വരും. നിങ്ങളോട് പറയാൻ വെള്ളം തുടച്ചിട്ടിരിക്കേണ്ടി വരും. അതെ. പറ്റിയില്ല. ഏതാ ആന്റിക്ക് കൂടുതൽ ഇഷ്ടമായത്? നോട് കഴിഞ്ഞിട്ട് എന്നിട്ട് പറയും. ആ, ഓക്കെ ഓക്കെ. sorry. മോമോസ്. ആ, ഇത് അതുപോലെ നല്ല സോഫ്റ്റ് ആണ്. മോമോസ് അല്ലേ? ആ, ഇനി ഏതാ ഏതാ ഇഷ്ടമായി ഏറ്റവും കൂടുതല്? പൊട്ടാറ്റോ ബോൾസ്. ആ, അതെ പൊട്ടറ്റോ ആണ്. എല്ലാരും ഫാൻസ് ആണ് പൊട്ടറ്റോന്റെ. അത് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ. നല്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ തോന്നുന്നു അല്ലേ? ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഈ പൊട്ടറ്റോ. എന്താണ് എല്ലാരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സ്റ്റാർട്ടർ ആയിട്ടൊക്കെ അതെ എല്ലാ ഡിഷും സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ ആന്റി കഴിച്ചപ്പോ ഞങ്ങളുടെ വയറും നിറഞ്ഞു. സ്ഥിരം ഞാനാ ടേസ്റ്റ് ചെയ്തത്. ആ, ഞാൻ ആദ്യമായിട്ട് കാണുന്നോണ്ടേ. ആ, അടിപൊളി. അവിടെ പോകാൻ പോയതാ വേറെ വീട്ടില്. ആഹാ. ആന്റിക്ക് ഇങ്ങനെ കുറെ വെറൈറ്റി ഡിഷസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഉണ്ടാവും. ഓക്കെ ആന്റി, അപ്പൊ ഇനി ഡൗട്ട്സിലേക്ക് പോവാലോ അല്ലേ? ആ. രമാൻറ്റി. ഓക്കെ. ഓക്കെ ആന്റി, ആ പനീർ ഫ്രൈ ചെയ്തായിരുന്നോ? പനീർ ഫ്രൈ ചെയ്യണ്ട അത്? ഇല്ല ചെയ്തിട്ടില്ല. ഓക്കെ. അതുപോലെ ബദാമും കാഷ്യൂനട്ടും അതും ഒന്നും ഫ്രൈ ചെയ്തില്ല? അതും പച്ചയായിരുന്നു? അതുകൊണ്ടാണല്ലോ നമ്മള് പേസ്റ്റ് നല്ലപോലെ കുക്ക് ചെയ്യണം. ഓക്കെ. ആ അതാ എണ്ണ സെപ്പറേറ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യും. തന്നെയാണ്. ഫ്രൈഡ് ഒനിയൻ മാത്രമേ ഉള്ളൂ. ആ ഫ്രൈഡ് ഒനിയന്റെ ടേസ്റ്റ് ഒരു ഡിഫറെന്റ് ആയിട്ടാ വരിക. നമ്മൾ പച്ച ഉള്ളി ഇടുന്നതിനും ഡിഫറെന്റ് ആയിട്ടാണ് ഇതിന്റെ ടേസ്റ്റ് വരിക. ഫ്രൈഡ് ഒനിയൻ ആണല്ലോ നമ്മൾ അരയ്ക്കുന്നത്. ഫ്രൈഡ് ഒനിയൻ അതെങ്ങനെ ഡീപ് ഫ്രൈയോ അതെയോ? ഡീപ് ഫ്രൈ നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്ന പോലത്തെ ഫ്രൈ ചെയ്ത് വെക്കുക. ശരി. നല്ല രസം തോന്നുന്നു. നല്ല ടേസ്റ്റ് അതിന്. ബിക്കോസ് റിച്ച് ആണല്ലോ. ശരി. ഓക്കെ ആന്റി. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത് ഇന്ദിര ആന്റിയുടെ അടുത്ത്? ശാന്ത ആന്റി അല്ലേ? ശാന്ത ആന്റി ചോദിച്ചു. എല്ലാ ഡിഷും നല്ലായിരുന്നു കേട്ടോ ശാന്തേ. ആ, അവിടെ ഞാനും അത് പറയാൻ തന്നെ വിളിച്ച. എനിക്ക് ആ ടൊമാറ്റോ റിംഗ് ഇല്ലേ, അത് മാത്രം ഒന്നുകൂടി പറഞ്ഞു തരുമോ? ടൊമാറ്റോ റിങ് നമ്മൾ വലിയ ടൊമാറ്റോ ആണെങ്കിൽ കുറച്ചും കൂടെ വലിയ റിങ് വരും. എന്റെ ഇല്ലാത്തത് ഞാൻ ഉള്ളത് വെച്ച് ഒപ്പിച്ചതാണ്. നല്ല റൗണ്ട് ആയിട്ട് എത്ര 1 സെന്റിമീറ്റർ തിക്നെസ്സിൽ കട്ട് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കട്ടർ ഉണ്ടെങ്കിൽ ആ കട്ടർ വെച്ച് ആ ഫ്ലഷ് എടുക്കാം. ല്ലോ ചെറിയ റിങ് ഒക്കെ ഉണ്ടാവില്ലേ? ഞാൻ കാണിച്ചു തരാം. ഇങ്ങനത്തെ ഇതൊക്കെ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ അല്ലെങ്കിൽ കത്തി വെച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കാം. നല്ല ഫേം ടൊമാറ്റോ എടുത്താൽ മതി. അപ്പൊ ആ ഫ്ലഷിനെ തന്നെ ചെറുതായിട്ട് അരിയുക. ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് പച്ചമുളക്, പിന്നെ വേണമെങ്കിൽ ഉള്ളി വേണമെങ്കിൽ ഇടാം. ഞാൻ പക്ഷെ ഉള്ളി ഇട്ടിട്ടില്ല. പച്ചമുളക്, കുറച്ച് സ്പ്രിംഗ് ഒനിയൻ, പിന്നെ കുറച്ച് ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് എഗ്ഗ് ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. മസാല എത്രയുണ്ടോ അതനുസരിച്ച് എഗ്ഗ് ഇടുക. ഞാനിപ്പോ 1 എഗ്ഗ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചല്ലേ ഉണ്ടാക്കിയുള്ളൂ. ഒരു 6 പീസൊക്കെ ആണെങ്കിൽ 2 മുട്ടയൊക്കെ എടുക്കാം. 10 പീസൊക്കെ
ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തവ നല്ലപോലെ ചൂടാക്കുക. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് 4 വശവും ആക്കി കഴിഞ്ഞതിന് ശേഷം നോൺ സ്റ്റിക് പാനിൽ ഈ റിങ് വെക്കുക. റിങ് തന്നെ ഇത് ഓരോ സ്പൂൺ കോരി ഒഴിക്കുക. നിറച്ച് റിങ്ങിന്റെ നടുവില് റിങ്ങിന്റെ നടുക്ക്. അതാണ് തവ ചൂടായിരിക്കണം. അപ്പോഴേ താഴേക്ക് പോകുമ്പോഴേക്കും അത് സോളിഡിഫൈ ആവുള്ളൂ. അത് ഒലിക്കില്ല പുറത്തേക്ക്. എന്നിട്ട് ഒരു കവർ, പാനിന്റെ കവർ വെച്ചിട്ട് സിമ്മില് കുക്ക് ചെയ്യുക. അപ്പൊ മോളിൽ ഒന്ന് ഡ്രൈ ആയി വരുമ്പോ അതിനെ തിരിച്ചിട്ടിട്ട് അതേപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. അത് നമുക്ക് മുറിച്ച് 2 ഹാഫായിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അത്. നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് അത്. മറ്റേതൊക്കെ ഇഷ്ടം അപ്പോഴപ്പോഴൊക്കെ ഉണ്ടാക്കണത്. താങ്ക് യു വെരി മച്ച്. എനിക്ക് ശാന്ത മോമോസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു പേടിയുണ്ടായിരുന്നു ചൈനീസും പറഞ്ഞപ്പോ. മോമോസ് ഉണ്ടാക്കാൻ ഒരു മോഹം ഉണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പോ അത് കണ്ടു. അപ്പൊ നമ്മുടെ പുഡിംഗ് ഒക്കെ അടുത്ത ആഴ്ചക്ക് പ്ലാൻ കോയിൻസൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നന്നായിട്ടുണ്ട് എല്ലാ ഡിഷസ് ഒക്കെ കുറെ. താങ്ക് യു. ഓക്കെ ആന്റി. വത്സല ആന്റി. എനിക്ക് ആ റെസിപ്പി ഒന്ന് അയച്ചു തരുമോ? ഏതിന്റെ അല്ല, ഇന്നത്തേന്റെയാണോ? ഇന്നത്തെ റെസിപ്പി ഒന്ന് അയച്ചു തരുമോ? ഞാൻ സുമതിക്ക് അയച്ചു കൊടുക്കാം. സുമതി അയക്കുമായിരിക്കും. മനസ്സിലായ നമ്പർ എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവിടെ ഉണ്ടാവും, നമ്പർ ഉണ്ടാവും കേട്ടോ. ശരി. എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ അയച്ചുതരാം കേട്ടോ. ഓക്കെ വത്സല ആന്റി. സുമ ആന്റി. ഹലോ. ഗ്രൂപ്പിലെ സുമ ആന്റി പോയോ? ചെമ്മീൻ ഉണ്ടാക്കിയിട്ട് സുമ ആന്റി. സുമ ആന്റി വേറെ ആരോട് വർത്താനം പറയുന്നു? ഇല്ല, അത് മ്യൂട്ടായി. സുമ ആന്റിക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺമ്യൂട്ട് ആണല്ലോ. അൺമ്യൂട്ട് അല്ല ആണല്ലോ, ഞങ്ങക്ക് കേക്കാം. കേക്കാമോ? അത് മോമോസ് ഉണ്ടാക്കിയപ്പോഴേ അവസാനം നെറ്റ് ഇഷ്യൂ ആണ്, കേട്ടില്ല അവസാന ഭാഗം. അതായത് പരത്തിയിട്ട് ബാക്കി കേട്ടില്ല. ഫില്ലിങ് 1 ടേബിൾ സ്പൂണോളം വെക്കുക, നിറച്ച് വെക്കുക. എന്നിട്ട് അരികെ ഒരു എൻഡിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രില്ല് പോലെ എടുത്തിട്ട് നടുക്ക് കൊണ്ടുവന്നിട്ട് ജോയിൻ ചെയ്യാം. അത്ര മതിയോ? അത്ര മതി. നല്ലപോലെ ഒട്ടിക്കണേ. ആ മുകളിലെടുക്കുമ്പോ ഈ പോർഷൻ നല്ലപോലെ ഇങ്ങനെ ഒട്ടിക്കണേ, അല്ലെങ്കിൽ അത് വിടർന്നു പോകുമല്ലോ സ്റ്റീം വരുമ്പോ. സ്റ്റീം അത് കഴിഞ്ഞ് സ്റ്റീം ചെയ്യോ? നല്ല വെള്ളം തിളച്ചോണ്ടിരിക്കണം. തിളച്ചോണ്ട് ആവി വരുന്ന വെള്ളത്തിലേക്കാണ് ആ മോമോസ് വെച്ച പ്ലേറ്റ് വെക്കുക. എന്നിട്ട് 10 മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി. മൈദ വേവാധികം സമയം എടുക്കില്ല. അധികം വേവിക്കുമ്പോ ഔട്ടർ കവറ് ഹാർഡായി പോകും. അതുകൊണ്ടാണ് 10 മിനിറ്റ് മതി. ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ചെയ്താൽ മതി. ഓക്കെ, നന്നായിരുന്നു. സൂപ്പർ ഡിഷുകള്. ഓക്കെ, താങ്ക് യു. ട്രൈ ചെയ്യൂ എല്ലാരും. അതെ, സുമാന്റിയൊക്കെ ഇത് ട്രൈ ചെയ്ത് അടുത്ത ഫുഡ് ഡയറീസിൽ വന്ന് പറയണേ അല്ലേ? എന്നാലേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ ഇന്ന് രണ്ടിന്റെ അടുത്ത്? ഓക്കെ, ലത ആന്റി അല്ലേ? ലത ആന്റി. ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചേച്ചി, ആസ് യൂഷ്വൽ ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോമോസ്. അത് ഈ ചിലയിടത്തൊക്കെ നമ്മളിവിടെ ഹോട്ടലിൽ പോകുമ്പോഴേ അരിയും കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കുമോ? അരി മൈദയ്ക്ക് പകരം? ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ചെയ്യാം. അരി പക്ഷെ തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കണ പോലെ ഇടിച്ചിട്ട് ചെറുതായിട്ട് പരത്തിയിട്ട്, അല്ലെങ്കിൽ പൂരി പ്രസ് ഉണ്ടെങ്കിൽ അതിൽ പരത്തിയിട്ട് അങ്ങനെ ഇട്ടാ. എന്നാലും അതിന്റെ കുറച്ച് മൈദ ചേർക്കണം. അരി മാത്രം നമ്മൾ എടുക്കുമ്പോ പൊട്ടിപ്പോവാരി. അതെ. മൈദ കുറച്ച് ചേർക്കണം.
ഞാൻ ഇന്ദിര ചേച്ചി രണ്ടുപേരും കൂടെ ആയിക്കോട്ടെ. ശാന്ത ചേച്ചി ഇന്ദിര ചേച്ചിക്കും വലിയൊരു സല്യൂട്ട്. നിങ്ങളുടെ എല്ലാ ആഴ്ചയിലും വളരെ മെനക്കെട്ട് കുറെ ഐറ്റംസ് ഉണ്ടാക്കി ഞങ്ങൾക്ക് വിഭവസമർത്ഥമായ ഒരു ശരിക്കും ഒരു ഡെലീഷ്യസ് ഫുഡ് ഇങ്ങനെ എല്ലാ ആഴ്ചയിലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ടുപേര്. ഒത്തിരി നല്ല ഡിഷസ് ആണ് രണ്ടുപേരുടെയും. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു പ്രത്യേകം നന്ദി. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രീലതയുടെ പനീർ കേട് അതുണ്ടാക്കിയായിരുന്നു. ലതയുണ്ടോ? ശ്രീലത. അപ്പോ നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ട്. എല്ലാരും ഉണ്ടാക്കി നോക്കണം. എനിക്ക് തോന്നുന്നു എല്ലാരും ഉണ്ടാക്കി കാണുമായിരിക്കും. ഇല്ലല്ലേ? പിന്നെ അവനുണ്ട്. അത് രണ്ടും ഞാൻ ട്രൈ ചെയ്തു. രണ്ടും സൂപ്പർ ആയിരുന്നു. ഓക്കെ. ഇന്ദിര ചേച്ചിയുടെ മിക്കവാറും ഞാനൊക്കെ നോക്കാറുണ്ട്. പിന്നെ ചൈനീസ് ഞാൻ അത്ര അങ്ങോട്ട് മെനക്കെടാറില്ല. കാര്യം ഈ മൈദയും കോൺഫ്ലവറും ഒക്കെ അത്ര ഒരു ഇപ്പൊ ഇച്ചിരി ഹെൽത്തി ഫുഡ് ആ ഒരു രീതിയിൽ പോകുന്നുണ്ട്. ഹെൽത്തി ഡയറ്റ്. അതെ അതെ, വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇത് ക്രീമി മഷ്റൂം ക്രീമി സോസ് ഉണ്ടാക്കിയിട്ട് ഈ മോമോസ് ഇട്ടാലും ഇറ്റ്സ് എ 1 pot മീൽ. അത് നല്ല രസമാണ്. ക്രീമി മഷ്റൂം ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഞാൻ അയച്ചു തന്നായിരുന്നല്ലോ. വളരെ സൂപ്പർ ആയിരുന്നു. ക്രീമി ഓക്കെ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞു തരാൻ പറ്റണത് തന്നെ ഞങ്ങൾക്ക് സന്തോഷം. അല്ല, അങ്ങനെ ഞങ്ങൾക്കൊരു ചാൻസ് അങ്ങനെ നിങ്ങളിൽ നിന്നും കിട്ടുന്ന അതിനേക്കാൾ വലിയ സന്തോഷം. നന്ദി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ലത ആന്റി. താങ്ക് യു. ഗിരിജ ആന്റി. ഇന്ദിര മാഡം, ആ ഡിപ്പ് എങ്ങനെയാ ഉണ്ടാക്കിയത്? ഡിപ്പ് ഒന്ന് പറഞ്ഞോട് പറയാവോ? തൈര് ഒരു തുണിയിൽ കെട്ടി ഹങ്കേർഡ് ഉണ്ടാക്കി. ഹങ്കേർഡ് ഉണ്ടാക്കിയിട്ട് ഒരു പാനില് 1 ടീസ്പൂൺ എണ്ണ വെച്ചിട്ട് ആദ്യം ഒരു 4-5 കാശ്മീരി മുളക് വറുത്ത് മാറ്റി വെച്ചു. അതേ സെയിം പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 5-6 ക്ലോവ്സ്, ഇതെല്ലാം ഒന്ന് സോട്ടേ ചെയ്തിട്ട് ഈ മുളകിന്റെ കൂടെ എല്ലാം കൂടി നല്ല ഇതായിട്ട് അരച്ചു, പേസ്റ്റ് ആയിട്ട്. എന്നിട്ട് ഈ ഹങ്കേർഡിലിട്ട് മിക്സ് ചെയ്തു. അഥവാ വേണം, ഹങ്കേർഡ് എന്ന് വെച്ചാൽ ഫ്രഷ് ആണ്, വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ഒഴിക്കും. തൈര് ഡിപ്പാണ് അതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലോ. അപ്പൊ ഡിപ്പ് നല്ല എല്ലാം നല്ല ഡിഷാട്ടോ. ദീപിക ഇപ്പൊ വായില് വെള്ളമൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളൊക്കെ വായിന്ന് വെള്ളം ഒലിച്ചുകൊണ്ട് അവിടെ ഇരിക്കണം എപ്പോഴും, കുറെ കാലായിട്ട്. എനിവേ, ഗുഡ് ഡിഷസ്. താങ്ക് യു രണ്ടാളും. നല്ല ഓക്കെ ഗിരിജ ആന്റി, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ്? ഇനി ആരും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ ഇന്ദിര ആന്റി, എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓരോരുത്തർ ചോദിക്കുമ്പോൾ ചിലപ്പോ അതേ ഡൗട്ട്സ് തന്നെ ആയിരിക്കും അവർക്കും ഉണ്ടാവുക. അപ്പൊ ക്ലിയർ ആണല്ലോ. കുറവ് ആൾക്കാരായിരുന്നു തോന്നുന്നുണ്ട്. ഇന്ന് പൊതുവെ ഇത്തിരി കുറവാ. ഓക്കെ. എല്ലാരും ശിവരാത്രിയുടെ കാര്യത്തിലായിരിക്കും. അതെ അതെ, അമ്പലങ്ങളിലും കുറെ എല്ലാം പ്രോഗ്രാംസ് ഒക്കെ നടക്കല്ലേ. ഓക്കെ, ശാന്ത ആന്റി എന്തോ ചോദിക്കുന്നുണ്ട്. താങ്ക് യു ഇന്ദിര. ഇന്ന് എനിക്ക് ലിങ്ക് കിട്ടിയില്ല എന്റെ കുക്കിങ്ങിന്റെ. അത് കാരണം ഇന്ന് ആർക്കും അയച്ചില്ല ലിങ്ക്. നമ്മുടെ ഇത് കമ്മ്യൂണിറ്റിയിലുള്ള ലിങ്ക് അയച്ചാൽ മതി. അതെയോ?